ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മായൊന്നും ചേർക്കാത്ത സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കായാണ് വറുത്തെടുക്കുന്നത്. പിന്നെ കായ എടുക്കുന്ന ടൈമിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നമ്മുടെ സാമ്പാർ പൊടിക്ക് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ എണ്ണയൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് ഈ കായ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലോട് ഒഴിച്ചിട്ട് ഉലുവയാണ് വറുത്തെടുക്കുന്നത്. ഈ ഉലുവ വറുത്തെടുക്കുന്ന ടൈമിൽ ഒന്ന് കൈവിടാതെ ഇളക്കിയും കൊണ്ടിരിക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. എൻ്റെ തന്നെ കുറച്ച് കൂടിപ്പോയി ഒരു ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഉലുവ വറുത്തെടുത്തതിൽ തന്നെ കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഉഴുന്നും പരിപ്പും വറുത്തെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നും 2 ടേബിൾ സ്പൂൺ പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ നമ്മൾ ഈ ഓയിൽ വറുത്തെടുക്കുമ്പോൾ ഓയിൽ കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂണിൽ അധികമൊന്നും എടുക്കാൻ പാടില്ല. ഇനിയുള്ളതൊന്നും നമ്മൾ ഓയിലല്ല വറുത്തെടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലി ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്ന സാധനങ്ങളാണല്ലോ, അതുകൊണ്ടാണ് ഇതൊന്നും ഓയിലിൽ വറുത്തെടുക്കാത്തത്. ഇപ്പോൾ മല്ലി ഏകദേശം വറവായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വറ്റൽമുളകാണ് വറുത്തെടുക്കുന്നത്. ഒരു 10 വറ്റൽമുളകൊക്കെ എടുത്തിട്ടുണ്ടാവും. അതും ഏകദേശം വറവായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി കുറച്ച് പച്ചരിയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ചരി അതിൽ ചേർക്കുന്നത്. അതൊരു ലൈറ്റ് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകും കറിവേപ്പിലയാണ് വറുത്തെടുക്കുന്നത്. കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സാമ്പാർ പൊടിക്ക് ആ ഒരു കറിവേപ്പിലയുടെയൊക്കെ സ്മെല്ല് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അതും നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് എല്ലാതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇപ്പോൾ അത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മായൊന്നും ചേർക്കാത്ത സാമ്പാർ പൊടി നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സാധനങ്ങളൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.